ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി, 3-4-5 മാസത്തോളമായി ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് പല കാരണങ്ങൾ കൊണ്ടും പറ്റാറില്ല. ചില വീഡിയോസൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പല പല റീസൺസ് കൊണ്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. അത് ഞാൻ ഇന്നാണ് നോട്ട് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നത് അറിയാലോ, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ അവിടുത്തെ PG കഴിഞ്ഞു, ഞാൻ അവിടുന്ന് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജ് മൊത്തം കാണിച്ചിട്ടൊരു ബ്ലോഗ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കീഴിൽ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഓക്കെ, പലർക്കും സംശയം ഉണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ അഡ്മിഷൻ ടൈമാണ്. ഇന്നിപ്പോൾ 10-ാം തീയതി ആണല്ലോ, കറക്റ്റ് ഒരു 1 വീക്ക് 17-ാം തീയതി വരെയാണ് അവിടെ അഡ്മിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രിയാണ്, കാരണം PGയുടെ ടൈം കഴിഞ്ഞു, PG അപ്ലൈ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു, അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് PG കോഴ്സുകൾക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെ ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രി BA കോഴ്സുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ മെയിൻ സെൻറ്ററായ കാലടി യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അവിടെ എന്തൊക്കെ കോഴ്സുകളാണ് അവർ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം പറയണത് 3 വർഷം വരുന്ന ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. അത് സംസ്കൃതം സാഹിത്യമുണ്ട്, സംസ്കൃതം വേദാന്തം, സംസ്കൃതം വ്യാകരണം, സംസ്കൃതം ന്യായം, സംസ്കൃതം ജനറൽ. ഇത്രയാണ് സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ അവിടെ ഓഫർ ചെയ്യുന്നത്. ഇതെല്ലാത്തിനും 25 സീറ്റാണുള്ളത്. 25 പേർക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഹിന്ദുസ്ഥാനിയൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഹിന്ദുസ്ഥാനി ഒന്നും അവിടെ കോഴ്സിലില്ല. കർണാട്ടിക് മ്യൂസിക്കാണ് അവിടെ മ്യൂസിക്കിൽ വരുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത്. കർണാട്ടിക് മ്യൂസിക്കാണ് കേട്ടോ. പലരും അങ്ങനെ ഫിലിം സോങ് അങ്ങനത്തെ പല പല കൈൻഡ് ഓഫ് സോങ്സ് ഉണ്ടാവുമെന്ന് ഓർത്ത് വരുന്നവരുണ്ട് അവിടെ. പക്ഷെ അതല്ല, കർണാട്ടിക്കാണ് അവിടെ മെയിൻ ഉള്ളത്. അത് 24 സീറ്റുകളാണ് ഉള്ളത്. പിന്നെ വരുന്നത് ഡാൻസാണ്. ഡാൻസിൽ ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്. ഭരതനാട്യത്തിൽ 20 സീറ്റും മോഹിനിയാട്ടത്തിന് 16 സീറ്റുമാണ് ഉള്ളത്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയാണ് 3 വർഷം പഠിക്കുന്നത്, അതായത് 2, 4, 6 സെമസ്റ്ററിൽ വരുന്ന 3 വർഷത്തെ കോഴ്സുകളാണ് ഇത്രയും പറഞ്ഞത്. ഇനി വരുന്ന 4 വർഷത്തെ കോഴ്സുകളാണ്, അതായത് 8 സെമസ്റ്റർ ഉണ്ടാവും. അത് BFA ആണ്, അതായത് പെയിൻറ്റിങ് വരുന്ന ആ ഒരു ഏരിയ ആണ്. BFAയിൽ വരുന്ന പെയിൻറ്റിങ് 13 സീറ്റുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ് കോഴ്സ് ഉണ്ട്, അതും 13 സീറ്റ്. സ്കൾപ്ചറുണ്ട്, അതും 13 സീറ്റ്. അപ്പോൾ ഈ BFAയിൽ വരുന്ന ഈ 3 4 വർഷം വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ മെയിൻ സെൻ്ററായിട്ടുള്ള കാലടിയിൽ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഡിഗ്രിക്ക് BAക്ക് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോറി, എനിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. പനിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതിനിപ്പോൾ ഒരാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടതിന് ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ അത് ലേറ്റ് ആവണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഉടനെ തന്നെ വീഡിയോ എടുക്കുന്നത്. കൈൻഡ്ലി അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചുമയൊക്കെ വരുവാണെങ്കിൽ ക്ഷമിച്ചു വിട്ടേക്കാം. അപ്പോൾ അത് അത്രയായി. ഇനി ഈ മെയിൻ സെൻറ്ററിൻ്റെ കീഴിൽ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ മെയിൻ കോളേജിൻ്റെ തന്നെ സെൻറ്റേഴ്സ് ഉണ്ട്. റീജിയണൽ ക്യാമ്പസ് ഉണ്ട്, തിരുവനന്തപുരത്ത് ഇതിൻ്റെ സെൻറ്ററുണ്ട്. അവിടെ അവർ ഓഫർ ചെയ്യുന്നത് സംസ്കൃതം ന്യായമാണ്. അത് 16 സീറ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് പന്മന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വേദാന്തമാണ് അവർ ഓഫർ ചെയ്യുന്നത്. 40 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തിരൂരുണ്ട്. തിരൂർ അവർ ഓഫർ ചെയ്യുന്നത് വ്യാകരണമാണ്. അത് 25 സീറ്റ്. പിന്നെ കൊയിലാണ്ടിയിലാണുള്ളത്. അവിടെ 3 ഓഫർ ചെയ്യുന്നുണ്ട്. സംസ്കൃതം തന്നെ, സാഹിത്യം, വേദാന്തം, സംസ്കൃതം ജനറൽ. ഈ 3 കോഴ്സുകളും അവിടെ 40 സീറ്റുകളാണുള്ളത് ഓരോന്നിനും. ഇത്രയാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് പയ്യന്നൂർ വ്യാകരണമാണ് ഓഫർ ചെയ്യുന്നത്. 34 സീറ്റ്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് മെയിൻ സെൻറ്ററിൽ കീഴിൽ വരുന്ന സെൻറ്റേഴ്സിലും അവർ ഓഫർ ചെയ്യും. പിന്നെ പേപ്പറിലൊക്കെ കണ്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ മെയിൻ സെൻറ്ററിൽ അങ്ങനെ ഡിപ്ലോമ കോഴ്സുകൾ എൻ്റെ അറിവില്ല, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കാരണം എന്തൊക്കെയോ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല.
പിന്നെ ആകെയുള്ളൊരു ഡിപ്ലോമ കോഴ്സ് എനിക്ക് അറിയുന്നത് ഏറ്റുമാനൂർ അവിടുത്തെ സെൻറ്ററിൽ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇൻ്റർനാഷണൽ സ്പാ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 20 സീറ്റാണ് അതിന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ചിട്ട് പറയുന്നില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ അറിയില്ല. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതും നമ്മുടെ മെയിൻ സെൻറ്ററിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ ഏറ്റുമാനൂർ സെൻറ്ററിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ പറയുന്ന വിവരങ്ങൾ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിപ്ലോമയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഓഫീസിൽ പോയി സംസാരിക്കുക, അല്ലെങ്കിൽ കോൺടാക്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും വീഡിയോയുടെ അവസാനം ഞാൻ ഈ പറയുന്ന എല്ലാ സെൻറ്റേഴ്സിൻ്റെയും ഹെഡിൻ്റെ ഡീറ്റെയിൽസും, ഹെഡിൻ്റെ ഡീറ്റെയിൽസ് അല്ല, ഹെഡ് ഓഫീസിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് കോൺടാക്ട് ചെയ്താൽ മതി ഡിപ്ലോമയെ കുറിച്ച് കേട്ടോ. അപ്പോൾ ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അവിടുത്തെ അപ്ലൈ ചെയ്യേണ്ട വിധമാണ് പറയുന്നത്. അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 50 രൂപയും SC/STക്ക് 10 രൂപയുമാണ് പറയുന്നത്. അത് വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റിൽ കേട്ടോ. അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഡിഗ്രി കോഴ്സുകൾക്ക് BA കോഴ്സുകൾ ചെയ്യണമെങ്കിൽ 22 വയസ്സ് വരെ ഉള്ളവർക്കേ സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ വയസ്സുള്ളവർ ഡിഗ്രി കോഴ്സുകൾ, അതായത് BA കോഴ്സുകൾക്ക് അവിടെ എടുക്കില്ല. 22 വയസ്സ് വരെ ഉള്ളവർക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും യോഗ്യത ഉള്ളവർക്ക് BAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ പറയാം. ഇതിനും സംശയമുള്ളവർ വെബ്സൈറ്റിൽ നേരിട്ട് പോയി ചെക്ക് ചെയ്തോളൂ. വെബ്സൈറ്റ് ഞാനിവിടെ എഴുതി കൊടുത്തേക്കാം. www.ssus.ac.in ഇതാണ് വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഞാൻ അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വായിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഡേറ്റ്സ് ഞാനൊന്ന് പറയാം. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതി ജൂൺ. പിന്നെ ഇതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് 3 കോഴ്സുകൾക്കാണ്. മ്യൂസിക്, ഡാൻസ് ആൻഡ് PFA. ഈ 3 കോഴ്സുകൾക്കുമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത്. ഇതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സംഗീതത്തിന് അറിയാമോ, കർണാട്ടിക് തന്നെ വേണം. പറഞ്ഞ കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു വർണ്ണം, ഒരു കീർത്തനം, ഇത് രണ്ടുമാണ് മെയിൻലി ചോദിക്കാറ്. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, വലിയ ടെൻഷനൊന്നും വേണ്ട. അത്യാവശ്യം സംഗീതം പഠിച്ച എല്ലാവർക്കും സുഖമായിട്ട് ചെയ്തു വരാവുന്നതേ ഉള്ളൂ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ജസ്റ്റ് നമുക്ക് പാടാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ അവർ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതൊന്ന് അവരെ പ്രസൻറ്റ് ചെയ്ത് കേൾക്കുക എന്നുള്ളതാണ് മ്യൂസിക്കിന് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂസിക്കിൻ്റെ ഇൻ്റർവ്യൂവിന് വരുന്നവർക്ക് വർണ്ണമോ കീർത്തനമോ പാടാമെന്നുള്ളത്. ചിലവർ സംഗീതം പഠിക്കാതെ വരുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ ഡിഗ്രി ചെയ്തിരുന്ന സമയത്ത് സംഗീതമൊന്നും പഠിക്കാത്തവർ, വർണ്ണമൊന്നും അറിയാത്തവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പാട്ട് വേണമെങ്കിലും പാടാം. നമ്മൾ പാടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതേ അവർ നോക്കുന്നുള്ളൂ. അപ്പോൾ വർണ്ണമൊന്നും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാട്ട്, ലൈറ്റ് മ്യൂസിക്കോ ഫിലിം മ്യൂസിക്, എന്ത് വേണമെങ്കിലും പാടാം. ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അവരെന്തെങ്കിലും അറിയുന്ന ഒരെണ്ണം പാടിക്കോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് പറയാണ്. അറിയുന്നവർ പ്രിപ്പയർ ചെയ്തിട്ട് ഡാൻസിന് ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഈവൻ പദമോ നമുക്ക് എന്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡാൻസിനും ആപ്റ്റിറ്റ്യൂഡായിട്ട് നോക്കുന്നത്. BFAയിൽ എന്താണ് അവർ ചെക്ക് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് അറിയില്ല. അതിന് ചിലപ്പോൾ ഇതുമാതിരി എന്തെങ്കിലും ഒരു തീം തന്നിട്ട് വരയ്ക്കുകയോ അങ്ങനെ വല്ലതും ആയിരിക്കും. BFAനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, എന്നാലും ഞാനൊരു ഐഡിയ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവർ പറയുന്നത് 26-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും എന്നാണ്, ജൂണിൽ. ഈ പറയുന്ന ഡേറ്റുകളെല്ലാം മാറാൻ സാധ്യതകളുണ്ട്. അവർ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡേറ്റുകളാണ് പറയുന്നത്, ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ്സ് ആണ് പറയുന്നത്. പിന്നെ ഇതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇടുന്നത് 6-ാം തീയതി ആയിരിക്കും, ജൂലൈ 6-ാം തീയതി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സംസ്കൃതം വിഭാഗത്തിന് പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്നുമില്ല. സംസ്കൃതം പഠിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവൂന്ന് ഒന്നുമില്ല. സംസ്കൃതം പഠിക്കാൻ ഇഷ്ടമുള്ള ആർക്കും വന്ന് സംസ്കൃതം എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അവിടെ സംസ്കൃതം മുന്നേ പഠിച്ചവർക്ക് അങ്ങനെയൊന്നുമില്ല. ആർക്ക് പഠിക്കണോ അവർക്ക് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സംസ്കൃതത്തിന് അഡ്മിഷൻ പറയുന്നതും 12-ാം തീയതിയാണ്.
BFAയുടെ ഡാൻസിൻ്റെ എല്ലാത്തിൻ്റെയും അഡ്മിഷൻ പറയുന്നത് 12-ാം തീയതിയാണ്, ജൂലൈ. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 18-നാണ്. ഇത്രയുമാണ് ഇതിൻ്റെ ഡേറ്റ്സ് വഴി അവർ കൊടുത്തിട്ടുള്ളത്. പറഞ്ഞ പോലെ ചേഞ്ച് ആവാം. നമ്മൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരണം. ഒറിജിനൽ അവർക്ക് കണ്ടേ തീരും. അത് എവിടെ നമ്മൾ അഡ്മിഷൻ എന്ത് കാര്യത്തിന് ചെന്നാലും അറിയാമല്ലോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മസ്റ്റാണ്. SSLCയുടെ ഒറിജിനൽ വേണം, +2 VHSC മാർക്ക് ലിസ്റ്റ് വേണം, TC വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ ഫീ കൺസെഷൻ വരുന്നത്, അതായത് SC ST അങ്ങനത്തെ കുറച്ച് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ, അങ്ങനെ ഫീ കൺസെഷൻ ആവശ്യമുള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ കയ്യിലെടുത്തോളൂ. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ NCC NSSനൊക്കെ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്തോളൂ. പിന്നെ പാസ്പോർട്ട് സൈസിൽ 2-3 ഫോട്ടോയും കയ്യിലെടുത്തോളൂ. ഇത്രയുമാണ് മെയിൻലി അവർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പ്രിഫറൻസ് ഉണ്ടെന്നല്ല പറയുന്നത്, എന്നാൽ കയ്യിലെടുത്തോളൂ, വേണമെങ്കിൽ അവരെ കാണിക്കാമല്ലോ, ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മുഖ്യമാണ് എനിക്ക് തോന്നുന്നു മെയിൻലി വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാന ഒരു കാരണം, നമ്മൾ ഇപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവർ വാങ്ങി വയ്ക്കും. അപ്പോൾ നമുക്ക് അതിന് ശേഷം 3 വർഷം നമ്മൾ അവിടെയാണല്ലോ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ പലതിൻ്റെയും ഫോട്ടോസ്റ്റാറ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ്സ് മാക്സിമം കയ്യിൽ കുറേ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റെന്താവശ്യം വന്നാലും നമുക്ക് കയ്യിലുണ്ടല്ലോ. അപ്പോൾ മാക്സിമം ഫോട്ടോസ്റ്റാറ്റ്സ് എടുത്തിട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേറൊരു കാര്യം പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ പറയാം. ആപ്ലിക്കേഷൻ ഫീസ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ജനറൽ വിഭാഗത്തിന് 50 രൂപയും SC ST വിഭാഗത്തിന് 10 രൂപയുമായിരിക്കും. ഇനി ഓൾമോസ്റ്റ് BA and BFA സെയിം തന്നെയാണ് ഫീസുകളൊക്കെ വരുന്നത്. അഡ്മിഷൻ ഫീ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അടയ്ക്കേണ്ട ഫീസാണ് കേട്ടോ. ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസുകൾ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഡയറക്റ്റ്ലി അവിടെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അഡ്മിഷൻ ഫീ 100 രൂപയാണ്. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഓരോ വർഷമായിരിക്കും, അത് 750 രൂപയാണ്. സ്പെഷ്യൽ ഫീ 600 രൂപയാണ് വരിക. കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് ഡിഗ്രിക്ക് വരുമ്പോൾ. അത് നമ്മൾ അവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞ് നമ്മൾ TC വാങ്ങി വരുമ്പോൾ നമുക്കത് റീഫണ്ടബിളാണ്. ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫണ്ട് നമുക്ക് റീഫണ്ടബിളാണ്. നമ്മൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്കത് അവർ തിരിച്ച് 300 രൂപ നമുക്ക് തിരിച്ച് തരും. പിന്നെ മെട്രിക്കുലേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് 75 രൂപ, റെക്കഗ്നേഷൻ 100 രൂപ, ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 250 രൂപ, ആപ്ലിക്കേഷൻ ഫീ ഞാൻ നേരത്തെ പറഞ്ഞു 50 രൂപ. ഇത്രയുമാണ് ഒരു ഫീ സ്ട്രക്ചർ അവിടെ പറയുന്നത്. പിന്നെ എക്സാമിനേഷൻ ഫീ വേറെ ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കാളും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും എക്സാം ഫീ ഒക്കെ നമ്മൾ ആ ടൈം ആകുമ്പോഴാണ്, എക്സാം വരുമ്പോൾ നമ്മൾ ആദ്യം കോഴ്സ് രജിസ്റ്റർ ചെയ്യണം. കോഴ്സ് രജിസ്ട്രേഷൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് അടയ്ക്കുന്നത്. അത് എക്സാം ടൈം ആകുമ്പോൾ അവർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അറിയിച്ചോളും. അഡ്മിഷൻ ടൈമിൽ ഇത്രയും ഫീസുകളാണ് അവിടെ വാങ്ങാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ ഞാൻ പറഞ്ഞു ഓരോ കോഴ്സുകൾക്കും ഇത്ര സീറ്റ് ഉണ്ട്, 13, 24 എന്നൊക്കെ പറഞ്ഞ് ഇത്ര സീറ്റുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിലൊക്കെ റിസർവേഷനും ഉണ്ട് കേട്ടോ. ഇത്ര സീറ്റുകൾ ജനറൽ ആയിട്ടുള്ള കുട്ടികൾക്ക്, ബാക്കി ഇത്ര SC ST കുട്ടികൾക്ക്, ഇത്ര ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് സീറ്റുകൾ അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് അവരെ വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്ത് അവരുമായിട്ടൊന്ന് സംസാരിക്കുക. റിസർവേഷൻ ഉണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ചിട്ടും എൻ്റെ അടുത്ത് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിസർവേഷൻ എങ്ങനെയാണ്, കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. ഡിഗ്രിക്കൊന്നും അവിടെ വലിയ എന്താ പറയുക ടഫൊന്നുമല്ല അഡ്മിഷൻ കിട്ടാനായിട്ട്. അത്യാവശ്യം എല്ലാം ചെയ്യുന്ന, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ കിട്ടാവുന്നതേ ഉള്ളൂ. റിസർവേഷൻ വിഭാഗമുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും. ഡൗട്ട്സ് മാറിയിട്ടുണ്ടാവുമായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം. അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കുറച്ചുകൂടെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസും എല്ലാ കാര്യങ്ങളും സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ സൈറ്റ് പറയാം, www.ssus.ac.in. ഇതാണ് സൈറ്റ്.
അപ്പോൾ താല്പര്യമുള്ളവർ സൈറ്റും കൂടെ ചെക്ക് ചെയ്തോളാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും